വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. അങ്ങനെ നമ്മളെ ഇംഗ്ലീഷ് ഒക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട മകളെ, ഇനി നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ഊഴമാണ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് A+ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. 100% ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിക്ക് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒരു ഉറപ്പ് തരാം, മാത്സ് നിങ്ങൾക്ക് പേടിയുണ്ട് എങ്കിൽ ആ പേടിയൊക്കെ മാറ്റുന്ന രീതിയിലുള്ള റിസൾട്ട് ഈ പ്രാവശ്യത്തെ ഓണം എക്സാമിന് നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും നിങ്ങൾ വാങ്ങിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ്. ഈ 2 ചോദ്യങ്ങൾ ഞാനിവിടെ 2 ചോദ്യങ്ങൾ നിങ്ങൾ കാണിച്ചു തരും. ആ 2 ചോദ്യത്തിൽ ഒരു ചോദ്യം വരാനുള്ള സാധ്യത എന്റെ മനസ്സ് പറയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് കാലമായി ആ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നിട്ട്, എന്നാൽ ആ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നാൽ പല കുട്ടികൾക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആ ടോപ്പിക് അറിയില്ല എങ്കിൽ വീഡിയോ മുഴുവനും കണ്ടുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മക്കളെ, ചോദ്യം ഈ കാണുന്ന 2 ചോദ്യങ്ങളാണ്. ഈ 2 ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ മക്കളെ, അത് നാച്ചുറൽ നമ്പർ ആണ്, അഥവാ എണ്ണൽ സംഖ്യകളാണ്. ഒന്നാമത്തെ ചോദ്യം ഞാൻ ആദ്യം ചെയ്യാം, എന്നിട്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നന്നായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ 2 പാറ്റേണിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ചോദിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട മക്കളെ. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് പബ്ലിക് ലൈവിൽ ഞാൻ ഡിസ്കസ് ചെയ്യില്ല, കാരണം അത് നമുക്ക് ഒരുപാട് സമയം നിങ്ങളുടെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ അത് റെക്കോർഡഡ് വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത്. പബ്ലിക് ലൈവിൽ ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഉള്ളതുമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അത് മിസ്സാക്കരുത് പ്രിയപ്പെട്ട മക്കളെ. ചോദ്യം ശ്രദ്ധിക്കുക. എല്ലാവർക്കും കിട്ടുന്ന ഒരു മാർക്ക് ഞാൻ പറയാം. ഈ ചോദ്യം വരികയാണെങ്കിൽ 4 മാർക്കോ 5 മാർക്കോ വരും. ഈ സംഖ്യാക്രമത്തിലെ അടുത്ത 2 വരി എഴുതാൻ എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരു സംശയമില്ല. മക്കളെ, ഇതുപോലെ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ കാണുന്ന ഒന്നാമത്തെ വരിയിൽ എത്ര പദങ്ങളുണ്ട്? 1. രണ്ടാമത്തെ വരിയിൽ എത്ര പദങ്ങളുണ്ട്? 2. ഇത് സൈഡിൽ അങ്ങ് എഴുതി വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ സംഖ്യാക്രമത്തിൽ അടുത്ത 2 വരി എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം അവിടെ 5 സംഖ്യകൾ എഴുതണം. 11, 12, 13, 14, 15 വരെ എഴുതണം, എന്നാലേ ഉത്തരം ശരിയാവുള്ളൂ. അടുത്ത വരിയിൽ 6 എണ്ണം എഴുതണം. 16, 17, 18, 19, 20, 21, എന്നാലേ അത് ശരിയാവുള്ളൂ. ഫസ്റ്റ് പോയിന്റ് കിട്ടി. ഈ ക്രമത്തിലെ 10ാം വരിയിലെ അവസാന സംഖ്യയും ആദ്യ സംഖ്യയും എന്താണ്? അതായത് ഇംഗ്ലീഷ് മീഡിയം കുട്ടിയൊക്കെ പെട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യന്. ഈ കാണുന്ന പാറ്റേണിൽ പോവുകയാണെങ്കിൽ 10ാമത്തെ വരിയിലെ ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ടേം അതെങ്ങനെ കണ്ടുപിടിക്കും? അവിടെയാണ് ഈ കാണുന്ന സ്റ്റെപ്പിന്റെ പ്രസക്തി വരുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കാം മക്കളെ. ഒന്നാമത്തെ വരിയിലെ അവസാന സംഖ്യ 1 തന്നെയാണ് അല്ലെ? രണ്ടാമത്തെ വരിയിലെ അവസാന സംഖ്യ ഏതാണ്? അത് 3 ആണ്. മൂന്നാമത്തെ വരിയിലെ അവസാന സംഖ്യ 6, 10, 15, 21, ഇങ്ങനെ അങ്ങ് പോകും. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഞാൻ ഈ എഴുതിയ വരിയിലെ നമ്പർ ആയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നമ്പർ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയത്? 1, 2, 3, 4. മക്കളെ നോക്കി നോക്കൂ. രണ്ടാമത്തെ വരിയിലെ സംഖ്യ അവസാനത്തെ സംഖ്യ 3. ആദ്യത്തെ 2 കൂട്ടി എത്ര? 3. മൂന്നാമത്തെ വരിയിലെ അവസാന സംഖ്യ 6. ആദ്യത്തെ 3 എണ്ണം കൂട്ടി എത്ര? 6. നാലാമത്തെ വരിയിലെ അവസാന സംഖ്യ എത്ര? 10. ആദ്യത്തെ 4 എണ്ണം കൂട്ടി എത്ര? 10. അപ്പം 10ാമത്തെ വരിയിലെ അവസാന സംഖ്യ ഏതായിരിക്കും? ആദ്യത്തെ 10 എണ്ണം കൂട്ടുന്നതായിരിക്കും. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 എണ്ണം കൂട്ടുന്നത്. നമുക്കറിയാം n × n+1/2 സമം 55 ആയിരിക്കും ഇതിന്റെ ആൻസർ ഉണ്ടാവുക. 10ാമത്തെ വരിയിലെ അവസാന സംഖ്യ എന്ന് പറയുന്നത് മക്കളെ ബി ക്വസ്റ്റ്യൻ ആൻസർ. അവസാന വരിയിലെ 10ാമത്തെ സംഖ്യ ലാസ്റ്റ് ടേം എത്രയാണ്? 55 ആണ്. ഓക്കെ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, ആദ്യ സംഖ്യ കണ്ടുപിടിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോ ഇത് 3ാമത്തെ വരിയാണ്. അതിലാകെ 3 പദങ്ങളുണ്ട്. 4ാമത്തെ വരിയിൽ 4 പദം, 5ാമത്തെ വരിയിൽ 5 പദം ആണല്ലോ. 3ാമത്തെ വരിയിൽ നിന്നും എത്ര ഡി കുറച്ചാലാണ് ആദ്യ പദം കിട്ടുക? ആ വരിയിൽ ആദ്യ പദം കിട്ടണ 2 ഡി കുറയ്ക്കണം. 4ാമത്തെ വരിയിലെ അവസാന പദത്തിൽ നിന്നും 3 ഡി കുറച്ചാൽ ആദ്യത്തെ കിട്ടും. 5ാമത്തെ വരിയാണെങ്കിലോ 1, 2, 3, 4 ഡി, അതായത് ഒരെണ്ണം കുറയുന്നുണ്ട് അല്ലെ? അപ്പൊ 10ാമത്തെ വരിയിൽ നിന്നും എത്ര ഡി കുറയ്ക്കണം ആദ്യ പദം കിട്ടണമെങ്കിൽ? ഇപ്പൊ ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ 10ാമത്തെ വരിയിൽ നിന്നും, അതായത് 10ാമത്തെ വരിയിലെ അവസാന സംഖ്യ എത്ര? 55 അല്ലെ? ഇവിടുന്ന് 6 ആണെങ്കിൽ അതിന് 2 ഡി കുറയ്ക്കാം. 1, 1 അല്ലെ? ഇവിടുത്തെ ഡി എത്രയാണ്? 1, 2, 3. ഡി = 1 ആണ്. അപ്പൊ 2 എന്ന് പറഞ്ഞ നമ്പർ കുറച്ചാൽ മതി. ഇവിടുന്നാണെങ്കിൽ 3 എന്ന് പറഞ്ഞ നമ്പർ കുറച്ചാൽ മതി. ഇവിടുന്നാണെങ്കിൽ 4 എന്ന് പറഞ്ഞ നമ്പർ കുറച്ചാൽ മതി. അപ്പൊ 10ാമത്തെ വരിയിലാണെങ്കിൽ അപ്പൊ 9 ഡി കുറയ്ക്കാം. -9 = 46.
ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നും കൂടി എടുത്ത് കാണുക കേട്ടോ. സിമ്പിൾ ആണ്, പക്ഷെ പവർഫുൾ ആണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന് ആൻസർ കിട്ടി. മൊത്തം 5 മാർക്ക് ഉണ്ടാവാം, 3 ചോദ്യം ഉണ്ടാവുള്ളൂ. 10ാം വരിയിലെ എല്ലാ സംഖ്യകളുടെയും തുക. അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ടേംസ് ഇൻ 10th ലൈൻ. 10ാമത്തെ വരിയിലെ പദങ്ങളുടെ തുകയാണ്. അപ്പൊ നമുക്കറിയാം 10ാമത്തെ വരിയിൽ ആകെ എത്ര പദങ്ങളേ ഉള്ളൂ? 10 പദങ്ങളേ ഉള്ളൂ. സോ എസ് 10 കണ്ടുപിടിക്കേണ്ടത്. n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് ആദ്യ പദം നമ്മൾ കണ്ടുപിടിച്ചു 46 ആണ്. അവസാന പദം 55 ആണ്, ലാസ്റ്റ് ടേം. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. 90 101 അല്ലേ വേണ്ട 5050 100 500 500 505 505. ഓക്കെ, ഇതാണ് 10ാമത്തെ വരിയിലെ. ശ്രദ്ധിക്കുക, ചോദ്യം ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് അറിയോ, ആദ്യത്തെ 10 വരിയിലെ സംഖ്യകളുടെ തുക. ആദ്യത്തെ 10 വരി എന്ന് പറയുന്നതും 10ാമത്തെ വരി എന്ന് പറയുന്നതും മാറ്റമുണ്ട്. ആദ്യത്തെ 10 വരി പറഞ്ഞാൽ ഒന്നാം പദം ഇത്, അവസാന പദം 55. അപ്പൊ 55 പദം ഉണ്ടാവും. ആദ്യത്തെ 10 വരികൾ എന്ന് പറഞ്ഞാൽ 55/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് 55. ഇങ്ങനെയാണ് ആൻസർ വരിക. 10ാമത്തെ വരി എന്ന് പറഞ്ഞാൽ 10 പദം ഉണ്ടാവുള്ളൂ. അപ്പൊ 5 മാർക്ക് നിങ്ങൾക്ക് പോർട്ടിലാണ്. ഇത്ര എഴുതിയാൽ മതി. ഈ 3 സ്റ്റെപ്പ് എഴുതിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 5 മാർക്കാണ്. എന്നാൽ ഇതേ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. കാരണം ഇവിടെ 1 2 3 ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. അപ്പൊ കുറച്ചൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ചോദ്യം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ആദ്യം 1 2 3. അപ്പൊ അടുത്ത 2 വരി എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം 20. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 4 ആണ്. നേരത്തെ എത്രയായിരുന്നു? 1 ആയിരുന്നു. ഓക്കെ, ആ ഒരു മാറ്റമാണുള്ളത്. സോ 5 കഴിഞ്ഞിട്ട് അതിനോട് 3 കൂട്ടി, 4 അല്ല 3 കേട്ടോ. കോമൺ ഡിഫറൻസ് 3. 5 3 8. മക്കളെ വീഡിയോ കാണുമ്പോൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഇന്ന് രാത്രി 7:30 മറക്കണ്ട. പിന്നെ അസ്ത്ര ബാച്ചിൽ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. 20% ഓണം ഓഫർ ഉണ്ട്. അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താങ്കളുടെ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പൊ 5 3 8. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത നമ്പർ 20 23 26 29 32. അടുത്ത നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ, ഞാൻ എഴുതുന്നില്ല. മുകളിലെ സംഖ്യാക്രമത്തിലെ 20ാം വരിയിലെ അവസാന സംഖ്യയും ആദ്യ സംഖ്യയും കാണുക. 20ാം വരിയിലെ അവസാന സംഖ്യയും ആദ്യ സംഖ്യയും. ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. വാട്ട് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് നമ്പർ ഓഫ് 20th ലൈൻ ഓഫ് ദിസ് പാറ്റേൺ? ഇങ്ങനെ പോവാണെങ്കിൽ 20ാം വരി. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 1ാം വരിയിലെ അവസാന സംഖ്യ 1 തന്നെ, ഈ 5 തന്നെയാണ്. ഇത് സംശയമില്ലല്ലോ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ. 3ാം വരിയിലെ അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണ്? ഇതാണ് ശ്രേണി. 1 2 3 4 5 6ാമത്തെ പദമാണ്. 3ാം വരിയിലെ അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ 6ാം പദമാണ്. അതെങ്ങനെ നമുക്ക് 6ാം പദം കിട്ടുന്നത്? ഇത് 3 കൂട്ടിയാൽ മതി. ഐ റിപ്പീറ്റ് അഗൈൻ. 3ാമത്തെ വരിയിലെ അവസാന സംഖ്യയാണ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ 6ാം പദം കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തെ 6 3 നമ്പർ കൂട്ടാം. 4ാം വരിയിലെ അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആദ്യത്തെ 10ാമത്തെ പദം കണ്ടുപിടിച്ചാൽ മതി. 1 + 2 + 3 + 4 10. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 10ാം വരിയിലെ അവസാന സംഖ്യ കാണാൻ നിങ്ങൾ എത്രാം പദം കണ്ടുപിടിച്ചാൽ മതി? ആദ്യത്തെ 10 എണ്ണം കൂട്ടിയാൽ കിട്ടുന്നത് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ 20ാം വരിയിലെ അവസാന സംഖ്യ. മക്കളെ 20ാം വരിയിലെ അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 20 നമ്പർ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എത്ര നോക്കാം. n × n + 1/2 = 110 കിട്ടും. 110 കിട്ടും. പക്ഷെ 110 അല്ല അവസാന സംഖ്യ, 110ാമത്തെ പദമാണ്. ശ്രദ്ധിക്കുക, 3ാം വരിയിലെ അവസാന സംഖ്യ 20 ആണ്. 3ാം വരിയിലെ അവസാന സംഖ്യ 20 ആണ്. പക്ഷെ ഇതിന്റെ സ്ഥാനം എത്രയാണ്? 6 ആണ്. അത് ഇത് 3 കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് 6. അപ്പൊ 6ാം പദം 20. ഇതേപോലെ 110ാം പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് ശ്രേണിയുടെ? 4 5 8 11. 5 8 11 എന്ന് പറയുന്ന ശ്രേണിയുടെ 110ാം പദം. അതായത് F + 109D. F എന്ന് പറഞ്ഞാൽ എത്ര? 5 + 109 × D എന്ന് പറഞ്ഞാൽ എത്ര? 3. സോ 5A + 300 327. അതായത് 332. 332 ആണ് 20ാം വരിയിലെ അവസാന സംഖ്യ എന്ന് പറയുന്നത്. ഞാൻ കോൺസെപ്റ്റ് ഒന്നുകൂടി പറയാണ്. ഈ കാണുന്നത് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആ കിട്ടുന്ന നമ്പർ എഴുതിയാൽ മതി. കാരണം ഇത് എണ്ണൽ സംഖ്യയാണ്. എന്നാൽ ഇതെന്തല്ല, നാച്ചുറൽ നമ്പർ അല്ല, എണ്ണൽ സംഖ്യ അല്ല.
അപ്പൊ നമുക്ക് കിട്ടുന്ന അതിന്റെ സ്ഥാനമായിരിക്കും കിട്ടുക. നാച്ചുറൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ സ്ഥാനം കിട്ടും. ആ സ്ഥാനം വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? അതിന്റെ കറക്റ്റ് നമ്പർ കിട്ടുന്നു. ഇനി ഇതിന്റെ ആദ്യ പദം കാണാൻ എന്ത് ചെയ്താൽ മതി? ഇന്ന് 19D കുറച്ചാൽ മതി. ഫസ്റ്റ് ഇട്ട് ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 19D കുറയ്ക്കുക. 332 മൈനസ് 19D അല്ലെ? 19D കുറച്ചാൽ ആദ്യ പദം കിട്ടും. 332 മൈനസ് 19 ഇൻറ്റു 3. ആ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഇതേ ചോദ്യം 20ാം വരിയിലെ പദങ്ങളുടെ തുക. 20ാം വരിയിലെ എത്ര പദങ്ങളുണ്ട്? 20 പദങ്ങളുണ്ട്. 20ാം വരിയിലെ ഇങ്ങനെ പോവാണെങ്കിൽ 20ാം വരിയിലെ പദങ്ങളുടെ തുക 20/2 ഇൻറ്റു ആദ്യ പദം ഈ കാണുന്ന ഉത്തരം പ്ലസ് അവസാന പദം 332. അത് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ 5 മാർക്ക് കിട്ടും. സോ ഈ 2 ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് പോവുക. നല്ലൊരു ഐഡിയ ആണ്. സോ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ ഏത് ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം ആ നമ്പർ ഓഫ് ലൈൻസ് വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക? ഐഡിയ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. സോ കൂടുതൽ ഉപകാരത്തെ നല്ല വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ഇനിയും കാത്തിരിക്കുക. 7 മണിക്ക് നമ്മുടെ ലൈവ് മറക്കണ്ട. എല്ലാ ഫ്രണ്ട്സോടും വരാൻ പറയുക. നമുക്കൊന്ന് പൊളിക്കണം. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ലൈവ് സൈലത്തിൽ കണ്ട കുട്ടികൾ, അത് സൈലത്തിന്റെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങളാണ്. 49,000 കുട്ടികളാണെന്ന് ലൈവിൽ വന്നത്. ഇപ്രാവശ്യം 46,000 കുട്ടികളോളം ഏകദേശം 9ാം ക്ലാസ്സിൽ ലൈവിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് വെട്ടിക്കണം. അത് നിങ്ങൾക്ക് തന്നെ വെട്ടിക്കാൻ പറ്റുള്ളൂ. സ്വന്തം റെക്കോർഡ് തീർത്താൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. സോ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ മറ്റുള്ള ക്ലാസ്സുകളിലെ കുട്ടികളൊക്കെ റെക്കോർഡ് വെട്ടിക്കാൻ കാത്തിരിക്കുകയാണ്. സോ 50,000 എന്ന് പറഞ്ഞ കൗണ്ട് വെട്ടിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. സോ എല്ലാ ഫ്രണ്ട്സിനോട് വരാൻ പറയുക. നാളത്തെ ലൈവ് അല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് നമുക്ക് എന്താക്കണം? അടിപൊളിയാക്കണം. വിഷ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.